2025 എൻജിനീയറിംഗിലോട്ടുള്ള തേർഡ് ഫേസ് അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനും അതുപോലെ ആർക്കിടെക്ചറിലോട്ടുള്ള അലോട്ട്മെൻറ്റിൻ്റെ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിലോട്ടുള്ള ഓപ്ഷൻ കൺഫർമേഷനും വന്നിട്ടുണ്ട്. സോ ഈ എൻജിനീയറിങ്ങിൻ്റെ കുട്ടികളാണെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇത് കഴിയുമ്പം ഏതെങ്കിലും സീറ്റ്സ് വാക്കൻ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ കീം 2025 പ്രോസ്പെക്ടസ് പ്രകാരം ഗവൺമെൻറ് ഓർഡേഴ്സൊക്കെ പ്രകാരം എങ്ങനെയാണോ അത് വെച്ചിട്ടായിരിക്കും പിന്നെ ഓരോരോ കോളേജിലെ സീറ്റ് ഫില്ല് ചെയ്യുന്നത്. സ്പോട്ട് അലോട്ട്മെൻറ്റും അങ്ങനെ ഓരോന്നായിരിക്കും വരുന്നുണ്ടാവുക. സോ ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾ ഫ്രഷ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം. സോ ഫ്രഷ് ഓൺലൈൻ രജിസ്ട്രേഷന് കീമിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 5/8/2025 ഇന്ന് തൊട്ടിട്ട് 7/8/2025 അതായത് വ്യാഴം വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനും ആർക്കിടെക്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാനുമുള്ള ടൈമാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ്റെയും ടൈം ഇത് തന്നെയാണ്. സോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഓപ്ഷൻ കൺഫേമും ചെയ്ത് വെക്കുക. And on the basis of options received up to 7/8/2025 5 p.m. the provisional allotment to engineering and architecture course will be published on 8/8/2025. So August 8-ന് provisional allotment പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. Online option registration for engineering course or confirmation and rearrangement for architecture course is a must for those who got allotment or admission and those who got no allotment as per previous allotment to consider them in this phase. So നിങ്ങൾ പുതിയ ഫേസിലോട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും തേർഡ് അലോട്ട്മെൻറ്റ് നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. ബട്ട് ദോസ് ഹൂ ഗോട്ട് an allotment or admission in previous phase and do not register or confirm and rearrange option for this phase and the admission through the allotment in the previous phase shall be retained. So നിങ്ങൾ ഈ ഫേസിൽ നിങ്ങൾ കൊടുക്കണില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ അലോട്ട്മെൻറ്റ് കിട്ടിയതാണെങ്കിൽ ആ സീറ്റ് അവിടെ തന്നെ റീറ്റെയിൻ ചെയ്തിരിക്കും. ഓക്കെ, ഇനി those candidates who get allotment in this phase and do not join college or course on or before the date prescribed for the same will lose their allotment in last phase and the allotment in this phase has all the options in stream to which allotment belongs to. അതായത് നിങ്ങൾ കഴിഞ്ഞ ഫേസിൽ കോളേജ് കിട്ടിയിട്ട് ചേർന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ സീറ്റ് പോയി പോകുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഡേറ്റ് വരുന്നത് ഇന്ന് 5/8/2025 ഓഗസ്റ്റ് 5 മുതൽ ഓഗസ്റ്റ് 7 അതായത് മറ്റന്നാൾ തേഴ്സ്ഡേ 5 മണി വരെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനും ഓപ്ഷൻ കൺഫർമേഷനുമുള്ള ടൈം വന്നിട്ടുള്ളത്. പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 8-നും തേർഡ് അലോട്ട്മെൻറ്റും അല്ലെങ്കിൽ ആർക്കിടെക്ചറിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 9 പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ those candidates who wish to register option afresh and who got allotment in the previous phase and did not take admission will have to remit registration fee 2,000. സോ നിങ്ങളൊരു 2,000 rupees അടിച്ചിട്ട് നിങ്ങൾ കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് എങ്ങനെയായിരുന്നു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തത് അതുപോലെ ഈ ഫേസിലൊരു 2,000 പേ ചെയ്തിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. The registration will be adjusted to in tuition fee of the candidates who take admission in consequent on allotment. So ഈ അടയ്ക്കുന്ന 2,000 നിങ്ങളുടെ ട്യൂഷൻ ഫീസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി കാൻഡിഡേറ്റ്സ് ബിലോങ്സ് ടു SC, ST, OEC category and those having benefits as per GOMS number 25/2005/SC/ST/DD dated on 26/20/2005. അങ്ങനെ ഇതിലുള്ള ഡേറ്റ്സ് ഒക്കെ അല്ലേ ദോസ് കാൻഡിഡേറ്റ്സ് ഫ്രം ജുവനൈൽ ഹോം നിങ്ങൾക്കൊക്കെ ഈ രജിസ്ട്രേഷൻ ഫീ 500 രൂപ അടച്ചാൽ മതി. ഓക്കെ, the registration fee of such candidates who take admission in allotted college or course will be adjusted to caution deposits. സോ ഈ വന്നിട്ടുള്ള 500 രൂപ എന്തായിരിക്കും നിങ്ങളുടെ കോഷൻ ഡെപ്പോസിറ്റിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, the registration fee of those candidates who do not get allotted will be refunded. സോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഫീ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും.
The registration fee of candidates who do not take admission will be treated as penalty and will not be refunded. So നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുക്കാത്തവരാണെങ്കിൽ അതൊരു പെനാൽറ്റി ആക്കി എടുത്തിട്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്നതായിരിക്കില്ല. ഓക്കെ.